ഇതെന്താ സംഭവം എന്താ? ഹായ് ഗായ്സ്. ഹലോ. സോ ഇന്ന് നമ്മൾ മെൽബണിലെ ലിറ്റിൽ യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്മോൾ വില്ലേജിലാണ് വന്നേക്കുന്നത്. ഇതൊരു വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് എൻ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി. മോൺസാൽവട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആയിരിക്കും, എനിക്കറിയില്ല. എന്നോട് രാവിലെ വണ്ടി എടുക്കാൻ പറഞ്ഞു, ഞാൻ വണ്ടി എടുത്തു, ഞങ്ങളിവിടെ എത്തി. അതൊക്കെ ലൈക്ക് ഞങ്ങൾ തമ്മിലുള്ള വൺ ഓഫ് ദി മേജർ ഡിഫറൻസസ് ഇതാണ്. എനിക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയണം, അവിടെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, എന്തായിരിക്കും എല്ലാം അറിയണം. പക്ഷെ ഇവിടെ എങ്ങോട്ടാ ഒന്നുമില്ല. മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തു അങ്ങ് വന്നു. വണ്ടി ഓടിക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പം വണ്ടി ഓടിച്ച് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു. നൈസ്, നല്ല ഇത് എന്തോ ഒരു ഡിഫറൻസ്. ഫുൾ ആർക്കിടെക്ചർ ഒക്കെ ഒരു വിക്ടോറിയൻ സ്റ്റൈലൊക്കെ. അപ്പം മേ ബി നൈസ് ആയിരിക്കും, നമുക്ക് നോക്കാം. ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട് അവർ. എൻട്രി ഫീ $15 ഉള്ളൂ പെർ പേഴ്സൺ. ഒരാൾക്ക് $15. ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ പോകണം? നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. ഇങ്ങനെ കറങ്ങി 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 കഫേ ഉണ്ട്. കഫേ പോകാനാണ് ഞാൻ. നല്ല ക്രൊസാൻഡ് കിട്ടുമെന്നൊക്കെ പറയുന്നു. ഏതായാലും നമുക്ക് പോയി നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണാൻ പറ്റുന്നത് ഈ പീകോക്സിനെയാണ് കേട്ടോ. ആൾക്കാരെ കണ്ടപ്പോഴേക്കും പീലിയൊക്കെ വിരിച്ച് ആള് ഫുള്ളാണ് ഒരു പെർഫോമർ മൂഡിലാണെന്ന് തോന്നുന്നു. ഞാനും എന്നുണ്ട്. സാധനമാണോന്നൊരു ഡൗട്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ഡ്രൈഡ് മറ്റേ ഗ്രീൻ ഹൗസ്, ഗ്ലാസ് ഹൗസ്, ടെക്സ്റ്റൈൽസ്, കോൺക്രീറ്റ് ക്യാറ്റ്സ്, ഫ്ലോറൽ അറേഞ്ച്മെന്റ്സ്, എല്ലാം ഡ്രൈഡ് ഫ്ലവേഴ്സും സംഭവമൊക്കെ കേട്ടോ. ഏകദേശം 12 ഏക്കർ സ്ഥലത്ത് സ്റ്റുഡിയോസ്, ഗാലറീസ്, കോട്ടേജസ്, ഹാൾസ് ഒക്കെ ആയിട്ട് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരുപാട് ബിൽഡിങ്സും പിന്നെ ലാൻഡ്സ്കേപ്ഡ് ഗാർഡൻസ്, ഗ്രൗണ്ട്സ് ഒക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരുപാട് ഫേമസ് സ്കൾപ്ചേഴ്സ്, ആർട്ടിസ്റ്റുകളും പലരും ഇവിടെ സഹകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ആദ്യം ഇത് പൂച്ചക്കുട്ടിയാണെട്ടോ വിചാരിച്ച്. പക്ഷെ ഇതൊരു മുയൽക്കുഞ്ഞിനെ ഇട്ട് ഓടിക്കുന്നേ. സോ ഈ മോൺസാൽവറ്റ് എന്ന് പറയുന്നത് മെൽബൺ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ ഇങ്ങോട്ട്. എൽത്താൻ എന്ന് പറയുന്ന ഒരു റൂറൽ ഏരിയയിലാണിത്. സോ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ജോർജസൺ എന്തോ പറയുന്നത്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും കൂടി 1934 ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അവർ കൂടുതലും ചെയ്തേക്കുന്നത് ഇപ്പം നോക്കി കൈകൊണ്ട് കുഴച്ചുണ്ടാക്കുന്ന ടൈപ്പ് ഇഷ്ടികയും ബാക്കി ഈ വിൻഡോസിനും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഗ്ലാസ് സീലിങ്സ് ഒക്കെ കാണും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
ഇവര് വേറെ ഇപ്പോൾ മെൽബണിന്റെ പല ഭാഗങ്ങളിലുള്ള ബിൽഡിങ്സിൽ നിന്ന് അവര് എടുത്തതാണ്. അതൊക്കെ പൊളിക്കുന്ന സമയങ്ങളിലോ പൊളിഞ്ഞു പോകുന്ന സമയങ്ങളിലോ അവര് ആവശ്യമില്ലാതെ കളയുവാണെന്ന് അറിഞ്ഞ പീസുകളൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ യൂസ് ചെയ്താണ് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. സോ ഈ ഹോൾ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാൻ. മോസ്റ്റ്ലി ലൈക്ക് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ, അവരുടെ ഇല്ലെങ്കിൽ ഫിലോസഫേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഒത്തുചേർന്ന് ഒരു ഏരിയയിൽ തന്നെ അവർ താമസിച്ച് അവരുടെ ക്രിയേഷൻസ് ഒക്കെ അവിടെ ഇരുന്ന് അവർ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു പരസ്പരം കൊളാബറേഷൻ, അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. അന്നത്തെ കലാകാരന്മാരും ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസും ഈ ഏരിയയിലെ ഈ ലോക്കൽ തൊഴിലാളികളും, അതുകൂടാതെ യുദ്ധം കഴിഞ്ഞപ്പോൾ വന്നിരുന്ന ഒരുപാട് അഭയാർത്ഥികളും എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഏരിയ മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. എന്തോ കൺസ്ട്രക്ഷന്റെ ഇതാന്ന് തോന്നുന്നല്ലേ. ഇതൊരു സീറ്റ് പോലെ ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു, മറ്റേ ഇത് ഇത് ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ നൈഫും ഇതും ടൂൾസ് ഷാർപ്പൻ ചെയ്യുന്ന സാധനം തോന്നുന്നു. ഇത് അതിനെന്തോ പേര്. ഓ, അവിടെ ഇതുണ്ടല്ലേ. ഓക്കെ, ഇതിന്റെ പാർട്സ് ആണ് ഇവിടെ കിടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ആ മുയലിനെ പൂച്ച പിടിച്ചോണ്ട് വന്ന് കണ്ടത്, അതിനെ അവർ റെസ്ക്യൂ ചെയ്തു കേട്ടോ. ഒരു 2-3 ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരതിനെ എടുത്തോണ്ട് പോയി, ആ മുയലിനെ രക്ഷിച്ചു കൊണ്ടുപോയി. പക്ഷെ അത് രക്ഷിച്ചാണോ എനിക്കറിയില്ല, പൂച്ച അതിനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അറിയില്ല, ചിലപ്പോൾ പിടിച്ച് തിന്നാലും. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് നമ്മൾ യൂറോപ്പിൽ പോയിട്ടില്ല, ബട്ട് യെസ്, യൂറോപ്പിൽ പോയ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയ ആണെന്നേ തോന്നത്തില്ല എന്ന്. ശരിക്കും ഇത് ലൈക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ. ഫ്രെയിം ഫോർ പെയിന്റിംഗ്, ക്യാൻവാസ് വെക്കുന്ന കോട്ട് ഹാങ്ങർ. ഇതൊക്കെ നമ്മുടെ പള്ളികളിലെ കസേരകളോട്ടുണ്ട്. ഇത് ഇവരുടെ ഡൈനിങ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് നമ്മുടെ റെഡ് വെഡിങ്ങും അവരുടെ ഡിന്നർ ഔട്ടുണ്ട്. പില്ലേഴ്സ് എല്ലാം വുഡാണ്. സീലിംഗ് വന്ന് എനിക്ക് തോന്നുന്നു ഔട്ടർ വോള് മാത്രമേ അവര് ബ്രിക്സും സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തു. ഈ പഴയ പാത്രങ്ങളും അവരുടെ ഷെൽഫ്, ഫയർവുഡ് പ്ലീസ്.
സീക്രട്ട് ഡോർ ഉണ്ട്. തുറക്കാൻ പറ്റില്ല, ലോക്ക. ശരിക്കും ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വേറെയിലും ഉണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് കൂടുതലും അതിലത്തെ പോലെയാണ്. ലൈക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം, കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ ഉള്ളൂ, പിന്നെ കൂടുതലും വൈന്, ഡ്രിങ്ക്സ്, അങ്ങനെ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ടും എന്തോ ഒരു സീക്രട്ട് ഡോറ് പോലെയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ ഇതൊക്കെ ആക്ച്വലി മറ്റേ ഗൈഡ് ടൂർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നേ, ഞാനേതോ മറ്റേ യൂറോപ്പിലെ രാജാവിൻ്റെ മോളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ എന്തിനെങ്കിലൊക്കെ വാശി പിടിക്കുമ്പോൾ രാജകുമാരി ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ അതിൻ്റെ ഇത് ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ബട്ട് ഇപ്പം എനിക്ക് ലിറ്ററലി തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. പണ്ട് ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെയൊക്കെ തോന്നുന്നു. മറ്റേ ലോങ് ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെ ഫുൾ ഓടി നടന്ന്. യെസ് മൈ ലേഡി. സ്വർണം കാണും. ഇല്ലതേ പുള്ളിക്കാരി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ആയിരുന്നു. ഒന്നുമില്ല അതിന്റെ ഒന്നും എടുത്തിട്ടില്ല, പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ കയറിയ സംഭവം എന്താന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇവിടെ ഗൈഡഡ് ടൂർ എന്തെങ്കിലും ഉണ്ടായിരുന്നെ നല്ലതായിരുന്നു. അതിനല്ലേ ഗൈഡ് ടൂർ വരുന്നില്ല, എന്താ ബട്ട് ഇന്ത്യ ഇല്ലാത്തതാണോ അതോ അവിടെ ഓപ്ഷൻ ഇല്ലായിരുന്നോ? നീയല്ലേ സ്ഥലം കണ്ടുപിടിച്ചിരിക്കാൻ സ്ഥലം ഞാനാ കണ്ടുപിടിച്ചപ്പോ ഡ്രൈവറാണ്, ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചു. ആസ്വാദകനാണ്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഗൈഡഡ് ടൂർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബിക്കോസ് ചില സംഭവങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്ററിയും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മളിപ്പോ കണ്ട ഡിന്നർ ഹാള് പോലും നമുക്ക് കണ്ടത് ഗെയിം ഓഫ് ത്രോൺസ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് ഡിന്നർ ഹാളാണ്. മറ്റേത് ചിലപ്പോ ഇങ്ങനെ പടം വരയ്ക്കാൻ ഇതിനൊക്കെ യൂസ്, പക്ഷെ അവിടെ കുറെ മിറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് ആക്ച്വലി മനസ്സിലായില്ല. ഈ ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്ന ബിൽഡിംഗ് എന്താണെന്ന് മനസ്സിലാവാതെ നമ്മൾ ChatGPT-നോട് ചോദിച്ചപ്പോഴാട്ടോ അറിയാൻ കഴിഞ്ഞത്. ഇത് മോൺസാൽവറ്റിലുള്ള ആർട്ടിസ്റ്റുകളുടെ ഈ കോളനിയിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ടുള്ളൊരു സ്ഥലമായിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അതായത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും മീറ്റിങ്സ് നടത്താനും അവിടെ ഒരുമിച്ച് താമസിക്കുന്ന എല്ലാവർക്കും കൂടെ ഒരു സോഷ്യൽ ഹബ്ബ് പോലെ ഒരു ഗ്യാതറിങ് സ്പോട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത്.
സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ചാപ്പലിലേക്കാണ്. ലൈക്ക് മെൽബേണിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വെഡിങ് വെന്യൂ എന്നാണ് പറയുക. ഇവിടെ കുറേ ഇങ്ങനെ എക്സ്പെൻസീവ് ആണോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡിങ് ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ മിക്കപ്പോഴും കാണുന്നത് ഈ ചാപ്പലിൽ വെച്ച് നടന്നതായിട്ടാണ്. ഈ ഫ്ലവേഴ്സൊക്കെ നോക്കി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതിൻ്റെയൊക്കെ കമ്പ് കിട്ടുമെന്ന് ചോദിച്ചേനെ കേട്ടോ. ഇരിക്കവിടെ നമുക്ക് പാട്ട് ഇടാം, നീ അഭിനയിച്ചോ. ഇത് മറ്റേ വലിയ സെറ്റപ്പ് അല്ലേ, കൊയറിനൊക്കെ ഉള്ളതായിരിക്കാം. പൊട്ടിക്കരുതേ, പുരാവസ്തുവാണ്, നല്ല പൈസ കൊടുക്കേണ്ടി വരും. കല്യാണമൊക്കെ നടക്കുന്ന ചാപ്പൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേയും കൂടെ വലിയൊരു സെറ്റപ്പായിട്ട് വിചാരിച്ചേ. പക്ഷേ ഇവിടുത്തെ ഇത് മിക്കതും ഇങ്ങനെ ഇൻറ്റിമേറ്റ് വെഡിങ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് കുറച്ച് മെഴുകുതിരിയും കൂടെ ഉണ്ടായിരുന്നേ കറക്റ്റ് ആയിരുന്നു. എനിക്ക് പറഞ്ഞ ഗൈഡഡ് ടൂർ ആയിരുന്നെങ്കിൽ നമുക്കിത്, അല്ല ഗൈഡഡ് ടൂർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കായിരുന്നു. ഇവിടെ ഫുള്ളിങ്ങനെ ഇരിക്കാൻ കുഞ്ഞു കുഞ്ഞു ബെഞ്ചസ് ഒക്കെ ഉണ്ട്. ഇത് മറ്റേ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. വിൻഡോസ് എല്ലാം കണ്ടു, ഇങ്ങനെ ചെറിയ ഗ്ലാസ് പെയിന്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. എനിക്കിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് അല്ല ആക്ച്വലി ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിജിറ്റ് എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് ഉണ്ടല്ലോ, അതിലെ പോലെ ഇങ്ങനെ ഓർമ്മ വരും. അതിലിങ്ങനെ അവർ നടക്കുന്ന സ്ഥലവും അതൊക്കെ പോലെ ഓർമ്മ വരുന്നത്. അയ്യോ, യേശുവിൻ്റെ മുഖം എന്താ ഇങ്ങനെ? നമ്മൾ യൂഷ്വലി യേശുവിന് ഭയങ്കര ലുക്കായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, ഇതിൽ ശരിക്കും സങ്കടം വരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇതെല്ലാം ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്നതുകൊണ്ട് അവരതിൽ കൂടുതലും മറ്റേ സൗന്ദര്യം എന്നുള്ളൊരു ഇതല്ല, മാക്സിമം അതിനെ യേശുദേവൻ നമുക്ക് വേണ്ടി സഫർ ചെയ്തത് കാണിക്കാൻ, അപ്പം ലൈക്ക് ആ സഫറിങ്സ് ഫേസിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനത്തെ വർക്ക്ഷോപ്സും ചെറിയ ആർട്ട് ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊസൈക്കിൻ്റെ സ്ഥലമാണ്. ഇപ്പോഴും പലതരം കലകളിൽ പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഇവിടെ തന്നെ താമസിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ കലാകാരന്മാർക്ക് സ്റ്റുഡിയോകളും പിന്നെ ചെറിയ കാലയളവിലേക്കുള്ള താമസ സൗകര്യമൊക്കെ ഇവിടെ നൽകുന്നുണ്ട് കേട്ടോ. ഇവിടെയുള്ള കലാകാരന്മാർ തന്നെയാണ് ഇപ്പോഴും പല ആർട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതും പുതിയ ആളുകളെ പരിശീലിപ്പിക്കുന്നതും. മുമ്പേ കണ്ട ഡ്രാമ തന്നെയായിരുന്നു ഫയർവുഡിൻ്റെ. ഓക്കെ. വെഡിങ് റിസപ്ഷൻ ചിലപ്പോൾ ഇവിടെ നടക്കുന്നത്.
ഇമേജസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ പൂൾ കോംപ്ലക്സ് ആണ് കേട്ടോ. എനിക്കൊന്ന് പൂളൊക്കെ ഇപ്പൊ ഇവര് റൂം ചെയ്ത് ആഡ് ചെയ്ത് ഇത് സ്പ്രിംഗ് സീസണിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബറിൽ ഏതോ 2 weeks 3 weeks ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് മുഴുവൻ വിസ്റ്റേറിയ എന്ന് പറഞ്ഞ ഫ്ലവർ ബ്ലൂം ചെയ്ത് ഇങ്ങനെ നിൽക്കും. നല്ല ഭംഗിയാണ് നേരം കാണാം, ഫുൾ പേർപ്പിൾ ആയിട്ട്. പക്ഷെ അതൊരു 2 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ടൈമിൽ നല്ല തിരക്കുമായിരിക്കും. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എൻട്രൻസിൽ കയറി വരുന്ന സമയത്ത് അവർ ചോദിച്ചിരുന്നു ആ കഫേന്ന് നമ്മൾ കോഫിയും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പിക്ചേഴ്സ് കാണുന്നത് നമ്മൾ ഈ ഏരിയയിൽ ഇരുന്ന ആൾക്കാർ സ്നാക്സ് ഒക്കെ കഴിക്കുന്നതും ഈ ഫ്ലവേഴ്സിന്റെ ഭംഗിയൊക്കെയാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൊടുത്തേക്കുന്ന ഡീറ്റെയിലിംഗ് ആണ്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും അതിനെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ അങ്ങനത്തെ കുട്ടി കുട്ടി ഡീറ്റെയിൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഒരു ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസുകൾ എന്നതിലുപരി കലാകാരന്മാർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യത്തിനാണ്. അതുകൊണ്ട് തന്നെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളും അങ്ങനെ അത്ര നേരെ അല്ലാത്തതായ ഭിത്തികളുമൊക്കെ അന്ന് സാധാരണമായിരുന്നു. ജോർഗൻസൺ ഒരു മികച്ച ആർക്കിടെക്റ്റ് ആയിരുന്നെങ്കിലും പലപ്പോഴും കലാപരമായ ആവിഷ്കാരത്തിനാണ് പ്രാധാന്യം നൽകിയത്. അതേപോലെ മെൽബൺ സിറ്റിയിൽ പൊളിച്ചു മാറ്റിയ പല കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളും പഴയ കപ്പലുകളുടെ ഭാഗങ്ങൾ, വലിച്ചെറിഞ്ഞ മരത്തടികളൊക്കെ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഈ രീതിനെ റബ്ബിഷ് റൊമാൻറ്റിസിസം എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ബെൽ ടവർ. 30ലധികം വെങ്കലമണികൾ അടങ്ങിയ ഒരു കാരലൺ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് കീബോർഡ് വഴി ആ ബെൽസ് വായിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അവളുടെ ഫേവറേറ്റ് ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങണം എന്നും പറഞ്ഞ് കുറേ നാളുകൊണ്ട് എൻ്റെ ആമസോൺ കാർട്ടിൽ കിടന്നൊരു ഐറ്റമായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഞങ്ങളുടെ കല്യാണത്തിന് അരവിയുടെ ചെന്നൈയിലെ ഫ്രണ്ട്സും ഇവിടുത്തെ ഫ്രണ്ട്സും കൂടി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതും എൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു. ഞാൻ ബ്ലാക്ക് വാങ്ങണം എന്നായിരുന്നു, എനിക്ക് അത് തന്നെ കിട്ടി. ആൻഡ് സംഭവം ഈസി ആയിരുന്നു, ബിക്കോസ് ഇതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം കവറും ഇതിൻ്റെ ബാക്കി കേബിൾസ്, SD കാർഡ് കാര്യങ്ങളെല്ലാം എൻ്റെ കാർട്ടിലുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ആ കിട്ടിയ ദിവസത്തെ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. ലൈക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയ വൺ ഓഫ് ദി ഫേവറേറ്റ് ഗിഫ്റ്റ്സ് ആണിത്. ഇപ്പം നമ്മൾ രണ്ടുപേരും എവിടെ പോയാലും ഇതും കൂടെ ഉണ്ട് കമ്പാനിയനായിട്ട്. ടയേർഡായോ? ഇല്ല, രസമുണ്ടല്ലേ ഇത്? ഒരു അനുഭൂതി. ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൊടുക്കുന്ന വാല്യൂ ആണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെപ്പോലെ പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡും വൈഫും തമ്മിലോ ഒന്നും ഇവിടുത്തെ ആർക്കൊരു ബോണ്ടില്ല എന്ന്. ഇതൊക്കെ ആരെ പറഞ്ഞു വരുത്തിയെന്ന് എനിക്കറിയില്ല. ദ റിയാലിറ്റി ഈസ് നമ്മളെക്കാൾ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഉള്ളവരാണ്. ജോലിത്തിരക്കൊക്കെ വർക്കിംഗ് അവേഴ്സിൽ മാത്രമാക്കി ബാക്കി സമയം മുഴുവൻ വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ അത്രയൊന്നും ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവിടുത്തെ ആരും യൂസ് ചെയ്യുന്നില്ല. അതൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മീഡിയം മാത്രമാണ്. ഫിഷിങ്, സൈക്ലിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു പിക്നിക്സ് പോവുക, പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, അങ്ങനെ പ്രകൃതിയോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ കോൺഷ്യസ്ലി ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റൈലാണ് ഇവിടുത്തെ. നമ്മൾ മിക്കപ്പോഴും നമ്മുടെ ഫാമിലിയെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുവാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ ദിവസവും കാണുന്ന എപ്പോഴും കൂടെയുള്ള ആളുകളല്ലേ എന്ന് വെച്ച് അതൊരു റുട്ടീൻ അല്ലെങ്കിൽ ഒരുമിച്ച് ജസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്.
നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ക്ലോസ് ഫാമിലിയായിട്ട് ആക്ച്വലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ആക്ച്വലി നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടില്ലേ. അത് ഈ കമ്മ്യൂണിറ്റിയിൽ പണ്ടായിരുന്നപ്പോൾ ഇവർ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ട വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്ത്, അതേപോലെ ഇപ്പോൾ എഗ്സിനായിട്ട് മീറ്റിനായിട്ടും ഒക്കെ ഇവർ ഇവിടെ തന്നെ ലൈക്ക് കോഴിയും താറാവും ഈ പശുക്കളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. സോ കംപ്ലീറ്റ് അവർക്ക് മൊത്തത്തിൽ അവരുടെ ആർട്ടിന് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അതെന്തോ പാർക്കാന്ന് തോന്നുന്നല്ലോ. ഇവിടെ എന്തോ കളർഫുൾ ആയിട്ട് കാണുന്നുണ്ട്. ഇത് സെമിത്തേരി കേട്ടോ, അതിലൂടെ ആയിരിക്കില്ല. ഇതെങ്ങനെ പോവാ? ഇത് ഓരോരുത്തരുടെ കല്ലറയാണ്, അതാണ് പൂക്കളൊക്കെ വെച്ച്. എല്ലാ കല്ലറയുടെ അടുത്തും ഫ്ലവേഴ്സ് ഉണ്ട്. വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരാളുടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സെമിത്തേരിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. എനിക്ക് പൊതുവേ കുറച്ച് ഈ പ്രകൃതിയുടെ അസുഖമുള്ളതുകൊണ്ട് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ, പണ്ട് ഞാനിങ്ങനെ അച്ഛനോടായിരുന്നു പറയുന്നത്, ഇപ്പം അരവിനോട് പറയും ലൈക്ക് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഭംഗിയുള്ള സ്ഥലത്ത് തന്നെ കുഴിച്ചിടണം. ഇതിനെ കത്തിച്ചൊന്നും കളയാൻ പാടില്ല, ഇങ്ങനെ കുഴിച്ചിടണം. എന്നിട്ട് ഇങ്ങനെ അവിടെ ഫുൾ പുൽത്തകിടി പോലെയൊക്കെ ആക്കി ഒരു ഫ്ലവറിങ് പ്ലാന്റ് മതി, ഇങ്ങനെ നോക്കി പിടിപ്പിക്കാതെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ലൈക്ക് ആൾക്കാർ വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവണം. ലൈക്ക് ആ സ്ഥലം ഇതൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ അവർക്കും ഒരു ഇൻസ്പിറേഷൻ, എനിക്കും നല്ല വണ്ടർലാൻഡ് അടിയിൽ പോയി നിന്നാ പോലെ നല്ല ലൈക്ക് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഈ പൂക്കളൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു വീണ് അപ്പൊ എന്റെ ലവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. അയ്യോ ഇപ്പോഴേക്ക് അറിയുവാണോ? അല്ല, പൂ എന്റെ കണ്ണിൽ പൂ. നമ്മൾ നടന്ന് കറങ്ങി തിരിഞ്ഞ ആ ചാപ്പലിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും എത്തിയിട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ്. അതേപോലെ ഈ ഇവിടെയുള്ള ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ഇതുപോലെ ചെറിയ ചെറിയ നാരോ വഴികളുണ്ട്. ശരിക്കും ഒരു ഫെയറി ലാൻഡ് പോലെ, ലൈക്ക് ചില ഫെയറി ടെയിൽ മൂവീസിലോ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ പൊതുവെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഫ്ലവേഴ്സ്, ഫൗണ്ടെയിൻസ്, കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ്, അധികം ഉയരമില്ലാത്ത ഡോറുകൾ, അങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഫുൾ സ്റ്റോൺസൊക്കെ വെച്ച സ്റ്റെയർ കേസസ് ഒക്കെ ആയിട്ട്. ഫുൾ കറങ്ങിയിട്ട് ഇപ്പോഴാണ് മോൺസാൽവട്ടിൻ്റെ പ്രോപ്പർ ബോർഡ് കാണുന്നത്. ഇവിടെ താമസിക്കുന്ന റെസിഡൻസ് ചെയ്യുന്ന ആർട്ട് വർക്കുകളൊക്കെയുള്ള ഗാലറിയാണിത്. ഇവിടെ കൂടുതലും ഇങ്ങനെ മൊസൈക്ക് അല്ലെങ്കിൽ ക്ലേ ഐറ്റംസൊക്കെ വെച്ചിട്ടും സെറാമിക് ഒക്കെ യൂസ് ചെയ്ത് അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഡിസ്പ്ലേക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ആൾക്കാരൊന്നും പെർമനൻ്റ് ആയിട്ട് ഇവിടെ താമസിക്കുന്നതല്ല കേട്ടോ. ചെറിയ കാലയളവിലേക്കായിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക, റൂംസൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ താമസിച്ച് ഇത് ആർട്ട് ചെയ്യുന്നതായിട്ടും ഇല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് ചെയ്യാന്നുള്ള മാത്രം, ഇല്ലെങ്കിൽ പടം വരയ്ക്കുകയോ ഇല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുകയോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ മാത്രം സ്പേസിൽ നിൽക്കുമായിരിക്കും. ആർട്ട് വർക്ക്സൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആധികാരികമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാത്തത്.
സോ അങ്ങനെ ഇന്നത്തെ കറക്കമല്ല, മോൺസാൽവട്ടിലെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെയുള്ള ഒരു കഫേയിൽ എത്തിയേക്കാണ്. സോ ആസ് യൂഷ്വൽ വരവി അധികം ആലോചിക്കാതെ തന്നെ ചാടി കയറി വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ഇത്? ഇതാണ് പെയർ ആൻഡ് ചോക്ലേറ്റ് ഡേനിഷ്. ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ഹോട്ട് ഐസ് ചോക്ലേറ്റ് വരുന്നുണ്ട്. താങ്ക് യു. ഐസ് ചോക്ലേറ്റ് എത്തി. കുഴപ്പമില്ല, മധുരമില്ല. അപ്പൊ മിക്കവാറും എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഒരു ഫോർക്ക് തന്നില്ലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. യൂഷ്വലി അരയ്ക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഐസ്ക്രീം ഷേക്ക് പോലെ സംഭവം കൊള്ളാം. അപ്പൊ ഇത് ഫുള്ള് എനിക്കല്ലേ? എനിക്കുള്ള എല്ലാം നിനക്കല്ലേ? എന്താ കഴിച്ചോ? പെയർ വെച്ച് കഴിച്ചോ? അപ്പം ചോക്ലേറ്റ് പെയർ ഡിഷ്. നമ്മള് ആപ്പിൾ ക്രംബിൾ കഴിച്ചില്ലേ, അതിന്റെ രുചി. എനിക്ക് ഇതിന്റെ സെന്റർ പോർഷൻ നല്ല ഇഷ്ടമായി. ഡേനിഷ് എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും. സംഭവം കൊള്ളാം. ഞാൻ പൊതുവെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് അറിയാത്ത സാധനങ്ങൾ ട്രൈ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കെട്ടിയേക്കുന്നത് എവിടെ എന്ത് പുതിയത് കണ്ടാലും പേര് വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും അറിയാത്ത സാധനമാണെങ്കിൽ ട്രൈ ചെയ്യും. നല്ല രീതിയിൽ ചൊമ്മാറുണ്ട്. ഇഷ്ടംപോലെ ചീറ്റിപ്പോവാറുണ്ട്. ഞാനപ്പോ അതിലൊരു വിഷമില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് അതിനകത്തുനിന്ന് ഒരു മുത്ത് കിട്ടും. ഞാൻ ചോദിക്കാറുണ്ട്, അറിയാവുന്ന സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പൈസ പോകത്തില്ലല്ലോ. പക്ഷെ എനിക്കും ഇഷ്ടാവുന്നുണ്ട്. കാര്യം ചിലപ്പോ ഇതുപോലെ നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ. ഞങ്ങളൊരിക്കൽ സൗത്തിലെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോ? സൗത്ത് മാളിലെ വീഡിയോ എടുത്തിട്ടില്ല. സൗത്ത് മോളിൽ ഞങ്ങൾ റാൻഡംലി കയറിയ ഒരു കഫേയില് ഞങ്ങൾ ലെമൺ ടാർട്ട് കഴിച്ചു. ഇവളുടെ മെൽബണിലെ ഫേവറേറ്റ് ഡെസേർട്ട് ഇപ്പൊ അതാണ്. റാൻഡംലി ട്രൈ ചെയ്ത്. അത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് കുറെ മുന്നേ ആട്ടോ. അത് കാരണം എനിക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്കൊരു ദിവസം എടുക്കാം. അത് സൗത്ത് മോൾ നമുക്ക് എടുക്കാം. ലൈക്ക് അത് നമുക്ക് കുറെ മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം നാട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ലുലു മോളിൽ കറങ്ങാൻ പോവാന്ന് പോലെ ഞങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു സൗത്ത് ലൈൻ മോള്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ ആക്ച്വലി ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വീട്ടില് കാണിക്കാനായിട്ട് ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്തൊരു ഇതൊക്കെ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പം സംഭവം ഈസി ആണല്ലോ എന്നുള്ളൊരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അത്രയെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം എന്നില്ല, ഒന്നുമില്ല. മാമോട് ഫുൾ എക്സ്പീരിയൻസിന്റെ ആളാണ്. എനിക്ക് ഇതിന് ഫോട്ടോ പോലും എടുക്കാൻ ടൈം നീ പോയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഫ്രണ്ട്സും ഞങ്ങളും പോയിട്ടുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സായിട്ട് ഒറ്റ ഫോട്ടോ പോലും ഇല്ല, ഒന്നുമില്ല. ആ ആളാണ് ഇപ്പൊ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്. പക്ഷെ എന്ത് തോന്നുന്നു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ്? നല്ല പാടാട്ടോ. പണ്ട് മറ്റേ കർമ്മ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കാണുമ്പോ ചുമ്മാ ഇവര് പഠിപ്പൊന്നും ചെയ്യാണ്ട് വെറുതെ യൂട്യൂബിൽ ഇരിക്കാന്ന് പറയുമ്പോ അല്ലട്ടോ, അവർക്കും നല്ല കഴിവുള്ളവരാണ്. എളുപ്പല്ല. ലൈക് നമ്മള് മിക്ക തുടക്കത്തിലൊക്കെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങള് ഷൂട്ട് ചെയ്തു, ഓക്കെ ആണ്, ഇത് എഡിറ്റ് ചെയ്ത് ഇടാന്നൊക്കെ വിചാരിച്ച് വരും. വീട്ടിലെത്തി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിന് തലയും പാലൊന്നും ഇല്ലാന്ന് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇല്ലാന്നൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ലൈറ്റ് ശരിയാവില്ല, ഫോക്കസ് ശരിയാവില്ല, ഒത്തിരി ശ്രദ്ധിക്കാൻ കാര്യം.
നമ്മൾ ഈ കാണുന്ന എല്ലാതരം ഇപ്പൊ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന എന്താ, അവര് നേരെ ഇങ്ങനെ നടക്കുന്നു ക്യാമറയും പിടിച്ചിങ്ങനെ, അയ്യോ അതുകൊണ്ടോട്ടെ ഇങ്ങനെ ആൾക്കാരിയ്ക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും എങ്ങനെയാണേലും ചുറ്റിനുള്ളവർ നമ്മളെ നോക്കും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ കഫേയുടെ ഒരു കോർണറിൽ വന്നിരിക്കും. എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അത് ഈ സോഷ്യൽ ആൻസൈറ്റിയും അയ്യോ അവരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരാൾ വരും, ഇടി ഒരു വരുന്നു ഇപ്പം മാറ്റും. ഇപ്പം കുറച്ച് ശീലമായി. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് ആയി അവര് നോക്കുന്നു, ബാ പോവാ. വീഡിയോ എടുക്കാൻ ആദ്യം ഈ ചമ്മൽ ഉണ്ടാവരുത്. ഇനി അങ്ങനെ എടുത്താലും ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ അറിയണം. വീഡിയോ എടുക്കുന്നത്, ലൈറ്റിംഗ് ശരിയാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇത് എഡിറ്റിംഗ്, ഇതിൽ അപ്ലോഡ് ചെയ്യലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സിമ്പിൾ സംഭവം. എനിക്ക് തോന്നുന്നു വൺസ് ശീലമായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവുമായിരിക്കും. നമ്മൾ റെപ്പറ്റീഷൻ വരുമ്പോ അതിന്റെ ഒരു വരുള്ളൂ. പക്ഷെ തുടങ്ങുന്നവർക്ക് എളുപ്പമല്ല. അത്യാവശ്യം എനിക്കൊട്ടും അറിയില്ല ആക്ച്വലി. ഇപ്പോഴും ഞാൻ ഡ്രൈവർ പണിയാണ്. പിന്നെ ഇത് അതേപോലെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോട് മുഴുവൻ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ. അച്ഛൻ കുറെ പറഞ്ഞതാ, പക്ഷെ എനിക്കെന്നതിനോട് കുറച്ച്, പിന്നെ എല്ലാരും യൂട്യൂബ് തുടങ്ങുന്നു, എന്നെ കൊണ്ടൊന്നും വയ്യാന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇതിനൊരു രസമുണ്ട് കേട്ടോ. രസമുണ്ട്. ലൈക്ക് ടു ബി ഓണസ്റ്റ്, ഇപ്പം ഓഫീസ് വർക്ക് ചെയ്യാനുള്ള പണീന് എനിക്ക് കുറച്ച് മടിയുണ്ട്. ഇപ്പൊ ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോൾ ടയേർഡ് ആവുന്നത്. ഇതിനു വേണ്ടി ഇരിക്കുമ്പോ എനിക്ക് അങ്ങനെയില്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ഒരു രസമാണ്. പിന്നെ അതേപോലെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രല്ല, ഇപ്പൊ അച്ഛന്റെയും അമ്മയുടെയും പരിചയക്കാര് ഇല്ലെങ്കിൽ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു അറിഞ്ഞൊക്കെ കുറെ പേരുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും നമുക്കിങ്ങനെ അവരോട് പോയിരുന്നല്ലേ, തടി വെച്ചു അല്ലേ എന്നൊക്കെ പറയുമ്പോ ബാക്കിയുള്ളവരെ അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പം എന്താണ് ചോദിക്കാനും പറയാനും ഒരുപാട് ആൾക്കാരായ പോലെ. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇപ്പോൾ ലൈക്ക് 328 ഇന്നത്തെ സബ്സ്ക്രൈബർ കൗണ്ട് അത്രയാണ്. ഇതിന്നൊരു വരുമാനം കിട്ടാനൊക്കെ ഉള്ളതിന്റെ 1/4 പോലും ആയിട്ടില്ല നമ്മള്. ബട്ട് നമ്മള് ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് നമുക്കിതിൽ കുറെ ഇങ്ങനെ കോള് വരുന്നുണ്ടോ. നമ്മളെ കുറിച്ച് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോകുമ്പോഴേക്ക് അവരോടൊക്കെ ആൾക്കാർ ഇങ്ങനെ നമ്മളെ കുറിച്ച് ചോദിക്കും, പറയും. പിന്നെ മെയിൻ തിങ് എനിക്ക് തോന്നിയത്, ഇപ്പൊ അന്ന് അവിടെ ഇവര് ആരായിരുന്നു, ലക്ഷ്മി അമ്മായി അവര് വന്ന സമയത്ത് ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മള് ലൈക്ക് ഓസ്ട്രേലിയയിലാണ്, പുറത്തൊരു സ്ഥലത്ത് തോന്നുന്നില്ല. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഫോണിനകത്തുണ്ട്, നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാരും ലൈക്ക് നമ്മളവരുടെ വീട്ടിലുണ്ടെന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടെന്നുള്ളത്, അതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പേരൻസ്, സിബ്ലിങ്സ് ആ സർക്കിളിൽ നിൽക്കുന്ന വിശേഷങ്ങള് ഇപ്പൊ എല്ലാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടും കൂടിയാണ് ലൈക്ക് ഞാൻ എപ്പോഴും എൻ ടൈറ്റില് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ അവർ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഫാമിലി ഫീൽ ഉണ്ട്. ഞാൻ വലിയ കാര്യത്തിന് ക്യാമറ ഓഫ് ചെയ്തേ, പക്ഷെ അരവി വേറെയും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് എനിക്കറിയില്ല, അറിയാത്ത സാധനം ഓർഡർ ചെയ്തേക്കുന്നു. അയ്യോ ഇതിവിടെ ഇരിക്കുന്നില്ല, ഒരു ട്രൈ ആൻഡ് അഭിപ്രായം പറയും. എനിക്കത് ട്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതില് എന്തോ മീറ്റ് ഉണ്ട്, ഞാൻ കഴിക്കാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാനുള്ള പ്ലാനായിട്ട് ഇരുന്നപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ഡയമണ്ട് വാലി റെയിൽവേ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. അത് ഈ മോൺസാൽവട്ടിയിൽ നിന്ന് ജസ്റ്റ് ഒരു 4 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. ആൻഡ് സംഭവം ഒരു മേജർ അട്രാക്ഷൻ ആണെന്ന് കേട്ടപ്പോൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇത് ആക്ച്വലി ഡയമണ്ട് വാലി റെയിൽവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനിയേച്ചർ ട്രെയിൻസിൻ്റെ സ്ഥലമാണ്. പക്ഷെ ഇതൊരു ചെറിയ സ്പോട്ടായിരിക്കും എന്ന് വിചാരിച്ച് വന്നെങ്കിലും ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. മറ്റേ ഞാൻ കാണിച്ചു തരാം, ഇവിടെ ചുറ്റുള്ള സ്ഥലങ്ങൾ മുഴുവൻ 2 റോ ആയിട്ട് പാർക്കിംഗാണ്, പക്ഷെ എവിടെ സ്ഥലമില്ല പാർക്ക് ചെയ്യാൻ. ഇപ്പം
ഇവിടെ കയറി പുറത്ത് കുറച്ച് പാർക്കിംഗ് കണ്ടു. അപ്പം കുറച്ച് വണ്ടികളേ ഉള്ളൂ, അപ്പം പുറത്തില്ല, നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പാർക്ക് ചെയ്യാം എന്ന് വെച്ച് ഇവിടെ വന്ന് ഇവിടെ ഇപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടിയത്. അതും നമ്മളങ്ങ് ദൂരെ കൊണ്ടിട്ടിട്ട് വരും. ഇനി ഇവിടെ ടിക്കറ്റ് എടുക്കാനും അതേപോലെ വലിയ ക്യൂ ഉണ്ട്. 4 o'clock മുന്നേ നമ്മൾ എത്തിയാലേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പം അതും നോക്കണം. ഇതാണ് കേട്ടോ ഡയമണ്ട് വാലി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. അപ്പോൾ ഇവിടെ 4 മണി വരെ ടിക്കറ്റ് കിട്ടുള്ളൂ, 4:50 വരെ ട്രെയിൻസ് ഉണ്ട്. ഒരാൾക്ക് $5 ടിക്കറ്റ് ഫീ. സോ ഇതാണ് ഈ മിനിയേച്ചർ ട്രെയിൻസ്. അതായത് നോർമലി വിക്ടോറിയയിലെ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യുന്ന വലിയ ട്രെയിൻസ് ഇല്ലേ, അതിൻ്റെ എല്ലാം മിനിയേച്ചേഴ്സ് ഇവിടെയുണ്ട്. സ്റ്റീം എൻജിൻ ഉള്ളതും ബാറ്ററിയിൽ ഓടുന്നതും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആയിട്ടുള്ളതും എല്ലാത്തിൻ്റെയും മിനിയേച്ചർ വേർഷൻസ് ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊരു സ്കെയിൽ ഡൗൺ പോലെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് യാർഡ്സ് കാണാം, ബ്രിഡ്ജസ് കാണാം, നമ്മൾ ടണലിൽ കൂടെ പോകും, ഡിഫറെൻറ്റ് സ്റ്റേഷൻ കൂടെ പാസ് ചെയ്യും. അതേപോലെ ഇവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വോളണ്ടിയേഴ്സാണ്. നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് ഫീ ആരും തന്നെ ഇവിടെ ശമ്പളമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ കംപ്ലീറ്റ്ലി ആ എമൗണ്ട് പോകുന്നത് ഇവിടുത്തെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു റിയൽ ട്രെയിനിൻ്റെ 1/6 സൈസിലാണ് ഇവിടെയുള്ള ട്രെയിൻസ്. അതുകൊണ്ട് തന്നെ സിഗ്നൽസും മറ്റു കാര്യങ്ങളും എല്ലാം ആ സ്കെയിലിലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് ഉള്ളത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിത്തം നഷ്ടപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലേ. പക്ഷേ അരവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് സംഭവം എന്ന് പോലും അറിയാതെ ഇത് ഇവളെന്നെ എങ്ങോട്ടാണ് കൊണ്ടുവന്നേന്നുള്ളൊരു എക്സ്പ്രഷനിലായിരുന്നു അരവി ഇരിക്കുന്നത്. മെയിൻലി സൺഡേസ് ആൻഡ് പബ്ലിക് ഹോളിഡേയ്സ് ആണ് ഇതുള്ളത്. ചിലപ്പോൾ വോളണ്ടിയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ ഈ റൈഡ്സ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ട്രെയിനിൻ്റെ മുന്നിൽ അതിൻ്റെ ഡ്രൈവറും അതേപോലെ ഒരു വോളണ്ടിയർ ട്രെയിനിൻ്റെ ബാക്കിലും ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഈ ഇരിക്കുന്നിടത്തു നിന്ന് എല്ലാവരും എക്സൈറ്റഡ് ആവും, ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സീരിയസ്നെസ് മറന്നുപോയി ഇത് കംപ്ലീറ്റ്ലി ഒരു ടോയ് കൈൻഡ് ഓഫ് ഇതായിട്ട് കുറച്ച് ഈസി ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്ന കമ്പും ചില്ലയും ഇല്ലെങ്കിൽ ഈ ഇരുമ്പിൻ്റെ സംഭവങ്ങളിലും കോൺക്രീറ്റിലൊക്കെ നമ്മുടെ കൈ തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് അപകടങ്ങൾക്ക് കാരണമാവും. സോ അതുകൊണ്ടാണ് പുറകിലും ഒരു വോളണ്ടിയർ ഇരിക്കുന്നത്. നമ്മളാരെങ്കിലും കയ്യോ തലയോ പുറത്തിടുന്ന നമ്മൾ വലിയ ട്രെയിനിൽ പറയുന്ന പോലെ തന്നെ കയ്യും തലയൊന്നും പുറത്തിടാതെ ഇരിക്കണം. അതേപോലെ വേറെ ട്രെയിൻസ് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ റെഡ് സിഗ്നൽ കിട്ടും, വഴിയിൽ നിർത്തിയിടും അവർ പാസ് ചെയ്ത് പോകാൻ വേണ്ടി. ഒരു ആക്ച്വൽ ട്രെയിൻ ജേർണിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു മിനി വേർഷനായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരു ഫൺ എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ ശരിക്കുള്ള റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകാട്ടെ, നമ്മളൊരു വലിയ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന പോലത്തെ ടെറൈൻസ് എല്ലാം ഇത് കവർ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളും, ഇത് എനിക്ക് തോന്നുന്നു വേറൊരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പൈൻ ക്രീക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ നമ്മൾ ക്രോസ് ചെയ്യാണ്. സ്പീഡിൽ പോകുന്നുണ്ടല്ലേ.
അപ്പോൾ ഗൈസ് അങ്ങനെ വലിയ വലിയ ട്രെയിനുകളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും മിനിയേച്ചർ ട്രെയിനിൽ കൂടെ ആദ്യമായിരുന്നു. അത് നൈസായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് നല്ല ബോറായിരിക്കും, പിള്ളേർക്കുള്ളായിരിക്കും. ബട്ട് കൊള്ളാം, ഒരു എക്സ്പീരിയൻസ്, ഒരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. യൂഷ്വലി ഇങ്ങനത്തെ ചെറിയ ചെറിയ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ പിള്ളേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കായിരിക്കുമല്ലോ. ഇതിപ്പോ എല്ലാ പ്രായക്കാർക്കും കയറാം. ആൻഡ് ആക്ച്വലി ഇവിടെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ അവര് ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫണ്ണായിരുന്നു ആക്ച്വലി. അത്യാവശ്യം നേരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നേരം ഉണ്ട്. ഡ്രൈവറിന്റെ പെർസ്പെക്റ്റീവിലും കാണാം മറ്റേ ഈ സിഗ്നലും അതൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതും അതൊക്കെ നൈസായിരുന്നു. അപ്പം ശരിക്കും പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ ഗ്രൗണ്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിക്നിക്കായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ഇത് മുഴുവൻ വെള്ളത്തത്തയാണ് കേട്ടോ. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെയുള്ള ഡയമണ്ട് ക്രീക്ക് ട്രെയിനിലേക്ക് നമ്മൾ വന്നേക്കാം കേട്ടോ. നമ്മളിത് ഫുൾ നടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഈ പാലമൊക്കെ കയറി യാരാ റിവറിൻ്റെ ഒരു പോർഷൻ ഇതിലൂടെ ഒഴുകുന്നുണ്ടെന്ന് കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഈ പുഴ ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊരു ബ്രൗൺ കളറായതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയെന്നൊന്നും പറയാനില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നല്ല മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഈ ഫൈനായിട്ടുള്ള സെഡിമെൻറ്റ്സ് ഒക്കെ വന്നടിഞ്ഞ് ക്ലേ ഒക്കെ ഒഴുകി വന്നിട്ടാണ് ഇങ്ങനെയൊരു ക്ലൗഡിനെസ് വന്നേക്കുന്നത്. ശരിക്കുള്ള ക്രിസ്മസ് ട്രീ. ഇതാണോ പൈൻ? ആ, ഈ മരത്തില് പൈൻ ദേ എവിടെ? അതുണ്ടാ? ആ, അതേ പൈൻ കാണും. ആദ്യമായിട്ടോ മരത്തിൽ ഇങ്ങനെ കാണുന്നത്? ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുള്ളൊരു മതിൽ കെട്ടുന്ന രീതിയാട്ടോ. പക്ഷെ ഇത് വേരാണോ മരത്തിൻ്റെ ചില്ലയാണോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇത് ഇങ്ങനെ ചില വീടുകൾക്കും മതിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. ഓൺ ദ വേ എൻ്റെ ഒരു കൊളീഗിൻ്റെ വീട്ടിൽ കയറി ഫാമിലീനെയൊക്കെ മീറ്റ് ചെയ്തു. അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ വന്നേക്കുകയാണ്. ഈ ലാൻഡ്സ്കേപ്പും ദൂരെ ആ മലകളും ആകാശം എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ. പക്ഷേ നമ്മളിപ്പോൾ വന്നേക്കുന്ന ഈ ഭംഗി മാത്രം കാണാനല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് 1 വർഷത്തോളമായെങ്കിലും ഞാൻ ഇതുവരെ വൺ ഓഫ് ദി മെയിൻ ക്വസ്റ്റ്യൻസിന് എപ്പോഴും നോ എന്നാണ് ആൻസർ പറയാറ്. എന്താ ക്വസ്റ്റ്യൻ എന്നല്ലേ? ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് കാംഗ്രൂസിനെ കണ്ടോ? ദാ കണ്ടോളൂ. അങ്ങനെ ഫൈനലി ഞാനും കണ്ടു കാംഗ്രൂസിനെ. അതും ഇത്രയധികം എണ്ണത്തിന് ഒരുമിച്ച് കാണാൻ പറ്റും. കുറേ നേരം അതിനെയൊക്കെ നോക്കി നിന്ന് സൺസെറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോയി കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറുകയുള്ളൂ, ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒന്നും ആക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്കായി ഒരുക്കിയ ഡിന്നറാണിത്. പിന്നെ മലബാറുകാരുടെ സ്നേഹം ഫുഡിലൂടെയാണല്ലോ എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് ഇതൊരു സർപ്രൈസ് അല്ല. അവർ യൂട്യൂബിൽ വരാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാട്ടോ കാണിക്കാത്തത്. ശരിക്കും ഒരു കൊളീഗ്, ഫ്രണ്ട് എന്നൊക്കെയുള്ളതിനപ്പുറം സ്വന്തം കുടുംബക്കാരെ വീട്ടിൽ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. ജസ്റ്റ് ഒന്ന് കയറാൻ പ്ലാൻ ചെയ്ത് വന്ന് ഞങ്ങൾ മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല. വയറും മനസ്സും നിറഞ്ഞ് ഒരു അടിപൊളി ദിവസത്തിന് അതിലും അടിപൊളി എൻഡിങ് ആയി ഇവിടെ നിർത്തുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ സീ യു സൂൺ. ബൈ.